ഒരു യാത്രയെ നമുക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റുന്ന പല ഘടകങ്ങളുണ്ട്. ആ യാത്ര തരുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഒന്നാമത്തേത്. യാത്ര പോകുന്ന സ്ഥലത്തിൻ്റെ ചരിത്രപരമോ മിത്തിക്കലോ ആയ സവിശേഷതകളാണ് പിന്നൊന്ന്. യാത്രയിലുണ്ടാകുന്ന വൈകാരികമോ ധ്യാനാത്മകമോ ആയ അനുഭവങ്ങളാണ് മൂന്നാമത്തേത്. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള സവിശേഷ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു യാത്രയാണ് അഗസ്ത്യാർകൂടത്തിൻ്റേത്. അഗസ്ത്യാർകൂടം യാത്രയുടെ അനുഭവങ്ങളും ആ യാത്രയിലെടുത്ത ചിത്രങ്ങളും കൂടിച്ചേർന്നതാണ് ഇത്തവണത്തെ വീഡിയോ. ചിത്രങ്ങൾക്ക് പശ്ചാത്തലമായി പ്രശസ്ത കവി ശ്രീ വി മധുസൂദനൻ നായർ സാറിൻ്റെ അഗസ്ത്യഹൃദയം എന്ന കവിതയുടെ പശ്ചാത്തലമുണ്ട്. ആ കവിതയെ ശബ്ദത്തിൽ ദൈവസാന്നിധ്യമുള്ള ശ്രീ ബാബു മണ്ടൂർ മാഷ് എനിക്ക് വേണ്ടി ചൊല്ലിത്തന്നിട്ടുണ്ട്. ബാബു മണ്ടൂർ മാഷിന് പ്രത്യേകം കടപ്പാട്. ഞാൻ രാജീവ് മണ്ണയൻ. പുതിയൊരു ഫോട്ടോഗ്രാഫി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽക്കാടു താണ്ടാം, നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽക്കാടു താണ്ടാം, നോവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം. ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും, ശിലയുമമ്പും നീട്ടീരതിരഞ്ഞും, ഭാണ്ഡമൊലിവാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും, മലകയറുമീ നമ്മളൊരു വേള ഒരു കാതമേയുള്ളു മുകളിലെത്താൻ. ഇപ്പൊഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ, ഇപ്പാപശില നീ അമർത്തിച്ച വിട്ടു, ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും, ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ, ജീവന്റെ തീമഴുവെറിഞ്ഞു ഞാൻ നീട്ടും, ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറൂ. ഗിരിമകുടമണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ, പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ, കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം, ജ്വരമാണ്ടൊരുടലിന്നു ശാന്തി ചൈതന്യം. ഓരോ അഗസ്ത്യാർകൂടം യാത്രയും തികച്ചും വ്യത്യസ്തമായ ഓരോ അനുഭവമാണ്. കാടനുഭവങ്ങളുടെ പൂർണ്ണതയിലേക്കും സൗഹൃദങ്ങളുടെ ആഴങ്ങളിലേക്കും അവനവൻ്റെ തന്നെ ഉള്ളൊഴുക്കുകളിലേക്കും ഒരേ സമയമുള്ള യാത്രയായാണ് എനിക്കത് അനുഭവപ്പെടുക. വ്യക്തിപരമായി യാത്രയുടെ പൂർത്തീകരണ നിമിഷത്തിൽ ഉന്മാദം തരുന്ന യാത്രകൾ വളരെ കുറവാണ്. താഴ്ന്ന സ്ഥായിയിൽ ആരംഭിച്ച് പലതരം പ്രവാഹങ്ങളിലൂടെ മൂർത്താനുഭവമായി തീരുന്ന അഗസ്ത്യാർകൂടം അത്തരത്തിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 6129 അടി ഉയരത്തിലുള്ള അഗസ്ത്യാർകൂടം കേരളത്തിലെ മലനിരകളിൽ ഉയരത്തിൽ മൂന്നാമതാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ദീർഘവും കഠിനവുമായ ട്രക്കിംഗ് പാതകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. ചെന്തുരുണി, പേപ്പാറ, നെയ്യാർ വന്യജീവി സങ്കേതങ്ങളുടെയും കളക്കാട് മുണ്ടന്തുറ ടൈഗർ റിസർവിൻ്റെയും ഭാഗമായ ജൈവസമൃദ്ധമായ പ്രദേശം. യുനെസ്കോയുടെ ലോക ജൈവോദ്യാന പട്ടികയിൽ ഉൾപ്പെട്ട് ബയോസ്ഫിയർ റിസർവായി സംരക്ഷിക്കപ്പെടുന്ന ഇടം. 10 കോടി വർഷത്തിൻ്റെ പഴക്കമുള്ള പരിണാമ ചരിത്രം പറയാനുണ്ട് അഗസ്ത്യാർകൂടത്തിൻ്റെ ജൈവ വൈവിധ്യ സമൃദ്ധിക്ക്. ഹിമാലയത്തിന് അതിൻ്റെ പകുതിയോളം പഴക്കമേ ഉള്ളൂ എന്നോർക്കണം.
ആനയും കടുവയും കരടിയും ഉൾപ്പെടുന്ന 49 ഇനം സസ്തനികൾ, 59 ഇനം ഉരകജീവികൾ, അമുർഫാൽക്കൻ പോലെയുള്ള ദേശാടകരുൾപ്പെടെയുള്ള 250ഓളം പക്ഷി ഇനങ്ങൾ, 311 ഇനം ശലഭങ്ങൾ, 2500-ലേറെ സപുഷ്പികളായ സസ്യജാലങ്ങൾ. അഗസ്ത്യാർകൂടത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ജൈവസമ്പത്തിൻ്റെ കണക്കാണിത്. തിരിച്ചറിയപ്പെടാൻ ഗവേഷകരുടെ സാമീപ്യം കാത്ത് ഇനിയും എത്രയോ ഇനങ്ങൾ. 2000ഓളം ഔഷധസസ്യ ഇനങ്ങളിൽ 50ഓളം എണ്ണം അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നവയുമാണ്. നീലക്കുറിഞ്ഞു പൂക്കുന്ന അപൂർവമിടങ്ങളിൽ ഒന്നുകൂടിയാണ് അഗസ്ത്യാർകൂടം. പ്രിയപ്പെട്ട കൂട്ടുകാരൊത്താണ് ഓരോ അഗസ്ത്യാർകൂടം യാത്രയും. ജീവിതത്തിൻ്റെ പല വഴികളിൽ നിന്ന്, പല മാനസിക നിലകളിൽ നിന്ന് 3 ദിവസത്തെ ധ്യാനാത്മകമായ ഏറ്റിറക്കങ്ങളിലേക്ക് ഞങ്ങൾ ഒന്നിച്ചുകൂടുന്നു. യാത്ര ദുർഘടമാവുമ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ അഗസ്ത്യഹൃദയം ചൊല്ലാൻ തുടങ്ങുന്നത്. മറവി ഇരുട്ടിച്ചു കളഞ്ഞ വരികളെ മറ്റൊരാൾ പൂരിപ്പിക്കും. പലവട്ടം പാടിയും പലതാളത്തിൽ പാടിയും കവിതയ്ക്കുള്ളിലെ അനുഭവ ലോകത്തിലൂടെയുള്ള യാത്ര കൂടിയാണത്. ആ അനുഭവത്തിൻ്റെ തീവ്രത പകരാനാണ് ഞാൻ ഈ വീഡിയോയിലും അഗസ്ത്യഹൃദയം എന്ന കവിതയുടെയും ബാബു മണ്ടൂർ മാഷിൻ്റെ ശബ്ദത്തിൻ്റെയും കൂട്ടുപിടിച്ചത്. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ. ഒടുവിൽ നാം എത്തി ജന്മശൈലത്തിന്റെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ. വനപർണശാലയില്ലല്ലോ, മനം കാത്ത മുനിയാമഗസ്ത്യനില്ലല്ലോ. മന്ത്രം മണക്കുന്ന കാറ്റിന്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ. പശ്യേമ ശരദശതം ചൊല്ലി നിന്നോരു പാച്ചോറ്റി കാൺമതില്ലല്ലോ. രുദ്രാക്ഷമെണ്ണിയോരാ നാഗഗന്ധിതൻ മുദ്രാതലങ്ങളില്ലല്ലോ. അഴലിൻ നിഴൽ കുത്തുമർമ്മം ജയിച്ചോരു തഴുതാമ പോലുമില്ലല്ലോ. ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് അഗസ്ത്യാർകൂടം യാത്രയുടെ തുടക്കം. അതിരുമല ബേസ് ക്യാമ്പ് വരെയുള്ള 16 കിലോമീറ്ററാണ് ആദ്യത്തെ ദിവസത്തെ യാത്ര. രാവിലെ 7 മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ 8 മണിക്കുള്ള ആദ്യ ബാച്ചിൽ യാത്ര തുടങ്ങാം. ആദ്യ ബാച്ചിൽ പോയാൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഉച്ചവെയിലിന് മുൻപ് 7 മടക്ക് തേരിയിലെ പുൽമേട് താണ്ടാം. ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് 20 പേരുള്ള ബാച്ചുകളായാണ് അയക്കുക. ഗൈഡ് കൂടെ വരും. 20 പേർ ഒരുമിച്ചാണ് യാത്ര തുടങ്ങുന്നതെങ്കിലും പിന്നീട് ഓരോ ടീമും പ്രത്യേകമായി മാറും. ആദ്യ ബാച്ചിൽ യാത്ര തുടങ്ങി അവസാന ബാച്ചിൻ്റെ കൂടെ അതിരുമലയിലെത്തുന്നതാണ് ഞങ്ങളുടെ രീതി. ഒട്ടും ധൃതി വയ്ക്കാതെ ആസ്വദിച്ച് വേണ്ടത്ര വിശ്രമിച്ച് യാത്ര ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. യാത്രയിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ ചുമന്ന് തിരികെ ബോണക്കാട് കൊണ്ടുവന്ന് നെടുമങ്ങാട് ആശുപത്രിയിലെങ്കിലും എത്തിക്കാൻ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും എന്നതുകൊണ്ട് സാഹസികത തീർത്തും ഒഴിവാക്കുന്നതാണ് ഉചിതം. ഗൈഡുമാരുടെ നിർദ്ദേശങ്ങളെ മുഖവിലയ്ക്കെടുക്കുക. കാലൊന്നും മടങ്ങിയാൽ പോലും യാത്ര ദുരിതമായി മാറും എന്ന് മറക്കാതിരിക്കുക. ഉച്ചഭക്ഷണത്തിനുള്ളത് ബോണക്കാടുള്ള താൽക്കാലിക ക്യാൻറ്റീനിൽ നിന്ന് കൂവയിലയിൽ പൊതിഞ്ഞു തരും. ഏതെങ്കിലും അരുവിയുടെ കരയിലിരുന്ന് അത് കഴിക്കാം. ആവശ്യത്തിന് ഡ്രൈ ഫ്രൂട്ട്സും ഗ്ലൂക്കോസും അത്യാവശ്യമായി കരുതാൻ മറക്കരുത്. വെള്ളമെടുക്കുന്നതിന് കുപ്പി കരുതണം. സ്റ്റീൽ ബോട്ടിലാണ് നല്ലത്. പ്ലാസ്റ്റിക്കിന് കർശനമായ വിലക്കുണ്ട്. കുപ്പി പോലുള്ളവ പൈസ അടച്ച് സ്റ്റിക്കർ പതിച്ചു കൊണ്ടുപോകാം. തിരിച്ചു വന്ന് കുപ്പി കാണിച്ചാൽ പൈസ തിരികെ തരും. അരുവികളിൽ നല്ല വെള്ളം സുലഭമാണ്. അതിരുമലയിൽ ബേസ് ക്യാമ്പുണ്ട്. മുമ്പ് സീലിംഗ് ഒക്കെ പൊളിഞ്ഞ് അപകടാവസ്ഥയിലുള്ളൊരു കോൺക്രീറ്റ് കെട്ടിടമായിരുന്നു. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റി 4 ടിൻ ഷെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. യാത്രാക്ഷീണവും പേടിപ്പിക്കുന്ന കാറ്റും തണുപ്പും ഒത്തിരി പേരുടെ കൂർക്കം വലികളും ഒക്കെ ചേർന്ന് അതിരുമലയിലെ ഉറക്കം രസകരമാണ്. വൈകുന്നേരങ്ങളിൽ ക്യാമ്പിനോടടുത്തുള്ള അരുവിയിൽ കുളിച്ച് പുൽമേട്ടിലെ പാറപ്പുറത്ത് നേരെ മുന്നിലുള്ള അഗസ്ത്യമല നോക്കിക്കിടക്കുന്നത്
ഒരു പ്രത്യേക അനുഭവമാണ്. കൂട്ടമായിട്ടല്ലാതെയും ഇരുട്ടത്തും ക്യാമ്പിന് പുറത്തു പോകുന്നത് അപകടകരമാണ്. കരടിയും പുലിയും കാട്ടിയും ചിലപ്പോൾ ആനയുമൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായേക്കാം. രണ്ടാമത്തെ ദിവസം കണക്കനുസരിച്ച് 6 കിലോമീറ്ററേ പോകാനുള്ളൂ. പക്ഷേ അതാണ് ഏറ്റവും ശ്രമകരം. അതിരുമല വരെ തെളിഞ്ഞ വഴിയുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുതലും ആന നടന്നുണ്ടായ താരകളും മഴവെള്ളമൊലിച്ചുണ്ടായ ചാലുകളുമാണ് നമ്മുടെ വഴി. രാവിലെ വേഗത്തിൽ നടന്നു കയറി ഉച്ചയ്ക്ക് മുൻപേ തിരിച്ചിറങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ബോണക്കാടിന് മടങ്ങുന്നവരുണ്ട്. ഞാൻ പോയ 6 തവണയും രണ്ടാം ദിവസവും അതിരുമലയിൽ താമസിച്ച് 3-ാം ദിവസം മടങ്ങുകയാണ് ചെയ്തത്. 2-ാം ദിവസം അത്രയും റിസ്ക് എടുത്താൽ 2 ദിവസം വീണ്ടും വീട്ടിൽ ഒറ്റ കിടപ്പ് കിടന്നാലേ പിന്നെ പുറത്തിറങ്ങാൻ ശേഷിയുണ്ടാവൂ എന്ന് ഞങ്ങൾക്കറിയാം. വനവാസി വിഭാഗമായ കാണിക്കാരുടെ 4 സെറ്റിൽമെൻറ്റുകളുണ്ട് അഗസ്ത്യാർകൂടം മലകളിൽ. അവരുടെ പ്രധാനപ്പെട്ട തെക്കതുകളിലൊന്നാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തിന് മുകളിൽ അഗസ്ത്യരുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. നെയ്യാറാശ്രമത്തിലെ പറക്കും സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണുദേവാനന്ദ സരസ്വതി സ്ഥാപിച്ചതാണ് അതെന്ന് പ്രശസ്ത ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ സാർ പറയുന്നുണ്ട്. മുൻപവിടെ പൂജ പതിവുണ്ടായിരുന്നു. പൊങ്കാലപ്പാറയിൽ നിന്ന് പൊങ്കാലയിട്ട് ചുമന്നുകൊണ്ടുവന്ന് ഭക്തർ അഗസ്ത്യമലയിൽ നേദിക്കുമായിരുന്നു. ഇപ്പോൾ തീർത്ഥാടനം എന്ന നിലയ്ക്കല്ല, ട്രക്കിംഗ് എന്ന നിലയ്ക്കു മാത്രമാണ് അഗസ്ത്യാർകൂടത്തിലേക്ക് പ്രവേശനം. സ്ത്രീ പുരുഷ ഭേദമന്യേ. നൊമ്പരമുടച്ച മിഴിയോടെ നീ എന്തിനോ സ്തംഭിച്ചു നിൽക്കുന്നുവല്ലോ. നൊമ്പരമുടച്ച മിഴിയോടെ നീ എന്തിനോ സ്തംഭിച്ചു നിൽക്കുന്നുവല്ലോ. കമ്പിത ഹൃദന്തമവ്യക്തമായോർക്കുന്ന മുൻപരിചയങ്ങളാണല്ലേ. അരച നിന്നോർമ്മയിലൊരശ്രുകണമുണ്ടോ, അതിനുള്ളിലൊരു പുഷ്പനൃത്ത കഥയുണ്ടോ. കഥയിലൊരു നാൾ നിന്റെ യൗവനശ്രീയായി കുടികൊണ്ട ദേവിയാം വൈദേഹിയുണ്ടോ. ഉരുവമറ്റഭയമറ്റവളിവിടെയെങ്ങോ ഉരിയ വെള്ളത്തിനു കുരലുണക്കുന്നു. ഉരുവമറ്റഭയമറ്റവളിവിടെയെങ്ങോ ഉരിയ വെള്ളത്തിനു കുരലുണക്കുന്നു. അവളൊരു വിതുമ്പലായി തൊണ്ട തടയുന്നു, മൃതിയുടെ ഞരക്കമായി മേനി പിഴിയുന്നു. അവൾ പെറ്റ മക്കൾക്ക് നീ കവചമിട്ടു, അന്യോന്യമെയ്യുവാനസ്ത്രം കൊടുത്തു. അഗ്നിബീജം കൊണ്ടു മേനികൾ മെനഞ്ഞു, മോഹബീജം കൊണ്ടു മേധകൾ മെനഞ്ഞു. രാമന്നു ജയമെന്നു പാട്ടുപാടിച്ചു, ഉന്മാദവിദ്യയിൽ ബിരുദം കൊടുത്തു. നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്തു, നാൽക്കവല വാഴാനൊരുക്കിക്കൊടുത്തു. ആ പിഞ്ചു കരളുകൾ ചുരന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു. ആ പിഞ്ചു കരളുകൾ ചുരന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു. നിന്റെ മേധസ്സിൽ പുഴുക്കൾ കുരുത്തു, നിന്റെ മൊഴി ചുറ്റും വിഷച്ചൂരു തേച്ചു. നിന്റെ മേധസ്സിൽ പുഴുക്കൾ കുരുത്തു, നിന്റെ മൊഴി ചുറ്റും വിഷച്ചൂരു തേച്ചു. എന്തിനാണ് പറ്റുന്ന അവസരങ്ങളിലെല്ലാം അഗസ്ത്യാർകൂടത്തിന് കയറുന്നത്? ഒരേ കാഴ്ചകളിലൂടെ ആവർത്തിച്ച് നടക്കുന്നത്? വീട്ടിൽ നിന്ന് മാത്രമല്ല, ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ളതാണ്. ചെറുതായിരിക്കുമ്പോൾ വലിയൊരു കാലം അനുഭവിച്ച, നടന്നാലും നടന്നാലും തീരാത്ത കാട്ടുവള്ളികളെ കൊണ്ട് ഇടുങ്ങിയ വഴികളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണോ? എപ്പോഴും ശൂന്യതയിലേക്കുള്ള ഏറ്റങ്ങൾ മാത്രമാണ് ജീവിതം ഒട്ടാകെ ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തന്നെ ബോധ്യമാകാനായിരിക്കാം. തനിച്ചു വന്ന് ഏറ്റവും ആദ്യം മലകയറി ആരോടും അധികം അടുപ്പം കാണിക്കാതെ ഏറ്റവും ആദ്യം മടങ്ങിപ്പോയ പ്രായമുള്ള ഒരാളെ കഴിഞ്ഞ തവണ പ്രത്യേകം ശ്രദ്ധിച്ചു. ആദ്യത്തെ തവണയാണ് വരുന്നത് എന്ന് പറഞ്ഞു. 6000 അടിക്കുമീതെ ഉയരമുള്ളൊരു കൊടുമുടിയെ ആ പ്രായത്തിൽ
വാശി കൊണ്ടെന്ന പോലെ തനിച്ച് കയറിയിറങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ച് ഉള്ളിലെരിയുന്നത് ഏതൊരു തരം തീയായിരിക്കും എന്ന് അത്ഭുതത്തോടെ ഓർത്തു. 3 പകലുകൾ വ്യത്യസ്ത സ്വഭാവമുള്ള കാടുകളിലൂടെയുള്ള യാത്ര മാത്രമല്ല, വിവിധങ്ങളായ ശാരീരികാവസ്ഥകളിലൂടെയുള്ള മനസ്സിൻ്റെ ഏറ്റിറക്കങ്ങളിലൂടെയുള്ള യാത്ര കൂടിയാണ്. മനസ്സിന് ഒരേ തരംഗദൈർഘ്യമുള്ള കൂട്ടുകാരോടൊപ്പമാണ് പോകുന്നതെങ്കിൽ കൂടുതൽ സാന്ദ്രമായ അനുഭവമാണത്. കരമനയാർ, അട്ടയാർ, വാഴപ്പഴന്തീ പോലുള്ള വലിയ നീരൊഴുക്കുകൾ, നെയ്യാറിനെ രൂപപ്പെടുത്തുന്ന ചെറിയ നീർച്ചാലുകൾ, കോവിൽ തേരിയും തളത്തിക്കാടും ഏഴുമടങ്ങ് തേരിയും മുട്ടുതട്ടിത്തേരിയും ഉൾപ്പെടുന്ന കയറ്റങ്ങൾ. മുട്ടുതട്ടിത്തേരിക്ക് ആ പേരുണ്ടായത് പേടിച്ച് മുട്ടുകൂട്ടിയിടിക്കും എന്നതുകൊണ്ടല്ല, കയറുമ്പോൾ സ്വന്തം മുട്ട് നെഞ്ചിൽ തട്ടുമെന്നതുകൊണ്ടാണ്. നാടുകാണിപ്പാറയും പൊങ്കാലപ്പാറയും പോലുള്ള പാറപ്പരപ്പുകൾ, അസ്ഥി തുളയ്ക്കും പോലെ തണുത്ത വെള്ളത്തിലെ കുളി കഴിഞ്ഞ് പാറപ്പുറത്ത് അഗസ്ത്യമല നോക്കി കിടത്തം. അതിരുമല ക്യാമ്പിൽ കൂർക്കമ്പലികളുടെ കടൽത്തിരമേലെ പാതിയുറക്കം. വിശപ്പിന് കരുതലായി തന്ന പൊതി തുറക്കുമ്പോഴും മൊബൈലിന് വല്ലപ്പോഴും ഒരു തുള്ളി കിട്ടുന്ന റേഞ്ച് മൂല തേടി പരതി നടക്കുമ്പോഴും വീടിൻ്റെയും വീട്ടാരുടെയും സുഖമുള്ള ഓർമ്മ. അവനവൻ്റെ അറിവും അറിവില്ലായ്മയും ബോധ്യപ്പെടാൻ, ശരീരത്തിൻ്റെ ശേഷിയും പരാധീനതയും തിരിച്ചറിയാൻ ആ 3 പകലുകൾ ധാരാളമാണ്. അവനവൻ്റെയും ഒപ്പമുള്ളവരുടെയും അനുഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പച്ചയിലേക്ക് നടക്കാൻ ഒരു വാക്കിൻ്റെ താക്കോൽ ദ്വാരം മതി. ഐതിഹ്യവും ചരിത്രവും ഇഴചേർന്ന അഗസ്ത്യാർകൂടത്തിൻ്റെ മനുഷ്യ ജീവിതാടയാളങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വിസ്താരഭയം കൊണ്ട് ഇനിയൊരിക്കലേക്ക് മാറ്റിവെക്കുന്നു. അഗസ്ത്യാർകൂടത്തിലേക്ക് ഇനിയും പോയിട്ടില്ലാത്തവർക്ക് ഈ ചിത്രങ്ങൾ ഏതു തരത്തിലുള്ള അനുഭവമാണ് തരുന്നത് എന്നെനിക്കറിയില്ല. പേടിപ്പിക്കുന്ന അനുഭവമേ അല്ല ഈ യാത്ര. ജീവിതം മുഴുവൻ കുളിരോടെ കൂടെ വരുന്ന, അവനവനോട് കൂടുതൽ ഇഷ്ടം തോന്നിപ്പിക്കുന്ന, സ്വന്തം ശരീരത്തോട് ബഹുമാനം തോന്നിപ്പിക്കുന്ന, യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്പട ഞാനേ എന്നോർക്കാൻ സാധിക്കുന്ന ഒരനുഭവമാണ്. 2025 ട്രക്കിംഗ് സീസൺ ജനുവരി പകുതിയിൽ ആരംഭിച്ചേക്കും. എല്ലാവരെയും കാടനുഭവത്തിൻ്റെയും കവിതാനുഭവത്തിൻ്റെയും തീഷ്ണതയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇത്തമോ ഭൂവിൽ അവശിഷ്ട സ്വപ്നത്തിലുലയുന്ന തിരി നീട്ടി നോക്കാം. അഭയത്തിനാദിത്യ ഹൃദയമന്ത്രത്തിനും ഉയിരാം അഗസ്ത്യനെ തേടാം. കവചം ത്യജിക്കാം, ഹൃദയ കമലം തുറക്കാം. കവചം ത്യജിക്കാം, ഹൃദയ കമലം തുറക്കാം. ശൈലകൂടത്തിന്റെ നിടിലത്തിനപ്പുറം ശ്രീലമിഴി നീർത്തുന്ന വിണ്ണിനെ കണ്ടുവോ? അമൃതത്തിനമൃതത്വമേകുന്ന ധിക്കാല ഹൃദയങ്ങളിൽ നിന്നു തൈലങ്ങൾ വാറ്റുന്ന, തേജസ്സുമഗ്നിസ്ഫുടം ചെയ്തു നീറ്റുന്ന, ഓജോബലങ്ങൾക്കു ബീജം വിതയ്ക്കുന്ന ആപോരസങ്ങളെ 1000 കോടി ആവർത്തിച്ച് പുഷ്പരസശക്തിയായി മാറ്റുന്ന, അഷ്ടാംഗയോഗമാർന്ന അഷ്ടാംഗ ഹൃദയത്തിൻ അപ്പുറത്ത് അമരത്വയോഗങ്ങൾ തീർക്കുന്ന വിണ്ണിനെ കണ്ടുവോ? വിണ്ണിനെ കണ്ടുവോ? വിണ്ണിന്റെ കയ്യിൽ, ഈ വിണ്ണിന്റെ കയ്യിൽ ഒരു ചെന്താമരച്ചെപ്പു പോലെ അമരുന്നൊരീ മൺകുടം കണ്ടുവോ? ഇതിനുള്ളിൽ എവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. ഇതിനുള്ളിൽ എവിടെയോ എവിടെയോ തപമാണഗസ്ത്യൻ. ഒത്തിരി പേരോട് ഹൃദയം കൊണ്ട് നന്ദി പറയാനുണ്ട് ഈ വീഡിയോയ്ക്ക്. ഇതിഹാസത്തിൻ്റെ അന്തർസംഘർഷങ്ങളെ അഗസ്ത്യാർകൂടം യാത്രയോട് ഇണക്കി മലയാളം എന്നും ഓർമ്മിക്കുന്ന മഹത്തായ കാവ്യശില്പം പണിത കവി പ്രൊഫസർ വി. മധുസൂദനൻ നായർ സാറിനോട് ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും
ഒട്ടും മുൻപരിചയമില്ലെങ്കിലും എൻ്റെ ആഗ്രഹം ഫോണിലൂടെ പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ച് ഈ കവിത ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ചൊല്ലിത്തന്ന് ഈ വീഡിയോയെ ഒരനുഭവമാക്കി മാറ്റിയ ശ്രീ ബാബു മണ്ടൂർ മാഷിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എല്ലാവർക്കും മനോഹരമായ ഒരു അനുഭവമായിരിക്കും അത്. മാഷെ പരിചയപ്പെടുത്തി തന്ന സുഹൃത്ത് ജീജയ്ക്ക് പ്രത്യേകം നന്ദി. ഓരോ അഗസ്ത്യാർകൂടം യാത്രയെയും സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിലമേൽ കോളേജിലെ അധ്യാപകനും എഴുത്തുകാരനുമായ ദീപു പി കുറുപ്പ്, നിങ്ങളെല്ലാം അറിയുന്ന രാഷ്ട്രീയ പ്രവർത്തകനായ സഖാവ് ഷിജു ഖാൻ, ഗുരുവായൂരപ്പൻ കോളേജിലെ അധ്യാപകനായ അഭിലാഷ്, കോഴിക്കോടുകാരായ അധ്യാപകർ തന്നെയായ വിനോദ് കുമാറും മുഹമ്മദ് കാസിമും, ഇവരെല്ലാം കാര്യവട്ടം മലയാള വിഭാഗത്തിലെ ഗവേഷണ കാലത്ത് നിന്ന് കൂട്ടുകിട്ടിയവരാണ്. എൻ്റെ യാത്രകളിൽ മിക്കവാറും കൂടെ വരുന്ന അഖിൽ നാരായണനും നിഖിൽ നാരായണനും എല്ലാവർക്കും ഒത്തിരി നന്ദി. അഗസ്ത്യാർകൂടത്തിൻ്റെ ഐതിഹ്യ സമൃദ്ധിയെക്കുറിച്ച്, സുദീർഘമായ ചരിത്രത്തെക്കുറിച്ച്, സാംസ്കാരിക സവിശേഷതകളെക്കുറിച്ച് ഇനിയും ഒത്തിരി പറയാനുണ്ട്. അത് ഇനിയൊരു വീഡിയോയിലാകട്ടെ. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ ചേർക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. സ്നേഹത്തോടെ രാജീവ് മണ്ണയം.